എന്റെ പൊന്നോ, കഴിഞ്ഞ വർഷം നമ്മുടെ ടീം ODIക്കകത്ത് വേൾഡ് കപ്പിനകത്ത് ഓസ്ട്രേലിയക്കെതിരെയായിട്ട് തോറ്റ സമയത്ത് നമ്മൾ ഓരോ ഫാൻസിന്റെയും ഹാർട്ട് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇത്തവണ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ നമ്മൾ ജയിച്ച് നമ്മൾ വേൾഡ് ചാമ്പ്യൻസ് ആയിരിക്കുവാണ് T20കകത്ത്. ആൻഡ് രോഹിത് ശർമ്മ ആസ് ഒരു ക്യാപ്റ്റൻ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ഡിസർവിംഗ് ആയിരുന്നു. ആൻഡ് വിരാട് കോഹ്ലി ടാറ്റ ബൈ ബൈ ഫ്രം T20. കൂടെ രോഹിത് ശർമ്മയും അതുകൂടാതെ തന്നെ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡും ഒക്കെ ഉണ്ട്. സോ എന്താണെങ്കിലും ഇതൊരു എന്താ പറയണ്ടത്, നമ്മുടെ ഓരോ ഫാൻസിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഗുഡ് ന്യൂസ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മുടെ സിനിമയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്തും കുറേ അധികം നല്ല ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എടുത്തു പറയുന്നത് തന്നെയാണ് കൽക്കി സിനിമ ബോക്സ് ഓഫീസ് റെക്കോർഡ് വെട്ടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. 1000 കോടി അത് എത്തുമില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ നമ്മുടെ ഡെഡ്പൂൾ 3യുടെ ഒത്തിരിയധികം പുതിയ വിശേഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റീസെന്റ് നമ്മുടെ പഴയ സേബർ 2 തണ്ണം വരെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ കമ്മി ഉണ്ടെന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം ഞാൻ കളയുന്നില്ല, എല്ലാവരും അടിച്ച് കയറി വാ, ഒത്തിരി ന്യൂസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ തുടങ്ങിക്കളെ. സ്വയം തന്നെ നമുക്ക് DC-യിലെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാന്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് കടക്കാം. അതായത് തന്നെ ഡേവിഡ് കോൺസ്വീറ്റിന്റെ ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സൂപ്പർമാന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം ഇത് ജട്ടി ഇട്ടിട്ടുള്ള സൂപ്പർമാൻ ആണ്. കാരണം നമ്മുടെ എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന സൂപ്പർമാന്റെ ആ ഒരു കോസ്റ്റ്യൂമിനേക്കാളും ഒത്തിരി നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഹെൻറി കാവിന്റെ കോസ്റ്റ്യൂമാണ് സ്റ്റിൽ കിഡിലോസ്കി ആയിരുന്ന കോസ്റ്റ്യൂം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. നിങ്ങൾക്ക് ഡേവിഡ് കോൺസ്വേറ്റിന്റെ ഈ ഒരു പുതിയ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ജെയിംസ് ഗണ്ണിന്റെ ഈ ഒരു സൂപ്പർമാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ DC-യുടെ മറ്റൊരു സീരീസ് ആയിട്ടുള്ള ലാൻഡേൺസിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് HBO ഒറിജിനൽസിൽ കൂടി തന്നെയാണ്. കാരണം നമുക്കറിയാം ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ഡ്രാഗൺസ് അതെല്ലാം HBO-യുടെ എന്താ പറയണ്ട കുടുംബ സ്വത്താണ്. സോ അതിന്റെ കൂടെ തന്നെ വരുന്നത് തന്നെയാണ് ലാൻഡേൺസ്. ആൻഡ് ലാൻഡേൺസിന്റെ ഈ ഒരു TV സീരീസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 8 എപ്പിസോഡ് ആയിരിക്കും ഈ ഒരു ഫസ്റ്റ് സീസണിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. ആൻഡ് കുറച്ചും കൂടി അതായത് ഒരു R-rated ആയിട്ടുള്ളൊരു സീരീസ് ആകാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ജെയിംസ് ഗണ്ണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ പീസ് മേക്കറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ലാൻഡേൺസ് നമുക്ക് ഏകദേശം അതേപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് HBO-യുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സീരീസ് തന്നെയാണ് ഹാരി പോട്ടറിന്റെ ഒരു സീരീസ് അവർ ചെയ്യുന്നുണ്ട്. JK റോളിനും കൂടി ഈ ഒരു സീരീസിനകത്ത് ഇൻവോൾവ് ആകുന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ ഊഹം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള, എൻ്റെ ഊഹമല്ല, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റൂമേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രീക്വൽ ആകാനാണ് സാധ്യത വളരെ കൂടുതലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്താണ് ഈ ഹാരി പോട്ടർ ആണെങ്കിലും അത് കൂടാതെ ലാൻഡേൺസിൻ്റെയും ഈ 2 സീരീസും HBO കൂടി നമുക്ക് എന്താണെങ്കിലും ലഭിക്കാൻ പോകുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗോഡ്സില്ലയുടെ കുറേ വിശേഷങ്ങൾ ലെജൻഡറി പിക്ചേഴ്സിന്റെ ഭാഗത്തു നിന്നല്ല, ടോഹോ മോൺസ്റ്റർ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അവരുടെ റീസെന്റ് ഉള്ള ഫിലിംസ് എല്ലാം വെച്ചിട്ട് അവർ ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഗോഡ്സില്ല അവർ സത്യം വില്ലന്റെ ക്യാരക്ടറെ അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോഡ്സില്ല ഒരു മനുഷ്യരെയും കൊല്ലാൻ പോകുന്നില്ല. അപ്പം എന്തായിരുന്നു അവർ -1 കാണിച്ചിട്ടുണ്ടായിരുന്നത്. -1ന്റെ -2 ഇറക്കുമ്പോഴത്തേ അവർ വേറെ എന്തെങ്കിലും കാണിക്കും, ചിലപ്പോൾ കാണിക്കുമായിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഗോഡ്സില്ല എപ്പോഴും അവർക്ക് സത്യം പറഞ്ഞാൽ ബാറ്റ്മാനെ പോലെ കാണിക്കണം. കാരണം ഗോഡ്സില്ലയ്ക്ക് നോ കിൽ റൂള് ഉണ്ടാവുമെന്നാണ് ടോഹോ മോൺസ്റ്റേഴ്സ് പറയുന്നത്. ഇതിപ്പോഴും പറയും ഇത് ലെജൻഡറി പിക്ചേഴ്സിനകത്ത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം അതിനകത്തുള്ള ഗോഡ്സില്ല പറക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തു പറയാനാണ്. സോ ഇനി നമുക്ക് മാർവലിന്റെ സോംബീസിനെ കുറിച്ചിട്ട് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ആനിമേറ്റഡ് സീരീസ് ആയിരിക്കും. 2025 നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതിന്റെ ചെറിയൊരു വേർഷൻ നമുക്ക് വാട്ട് ഇഫിന്റെ ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സോംബീസിന്റെ വേൾഡിനകത്ത് അവർ പോകുന്നത് തന്നെ. ആൻഡ് ഇത് കുറച്ചും കൂടി ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. അവർ കുറച്ചും കൂടി ബ്ലഡ് ആൻഡ് ഗോറൊക്കെ അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതൊന്നുമല്ല ഈ സീരീസിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത ആയിരിക്കുന്നത്. ഇതുവരെ കോഴിക്ക് മുല വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വലിയൊരു കാര്യം തന്നെയാണ് ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിന് നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. സോ അപ്പം നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ മാർവൽ സോംബീസിനകത്ത് ബ്ലേഡിന്റെ ക്യാരക്ടർ ഫസ്റ്റ് MCU-നകത്ത് അപ്പിയർ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ആ ഒരു ബ്ലേഡിന്റെ ക്യാരക്ടറിനെ വോയിസ് ഓവർ ചെയ്യുന്ന മാർഷൽ അലി ആയിരിക്കും എന്നൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അങ്ങനെയെങ്കിലും നമുക്ക് ഫൈനലി ബ്ലേഡിനെ MCU-ൽ കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എന്താണെങ്കിൽ ആശ്വസിക്കാം. കാരണം സിനിമ 1 സീനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് വേറെ കുറേ കാര്യങ്ങൾ തന്നെ. ആൻഡ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി നമുക്ക് സോണിയുടെ മാർവൽ യൂണിവേഴ്സിലേക്ക് പോയിക്കണം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അവർക്ക് ഇനി വരാൻ പോണ ഏറ്റവും വലിയൊരു അപ്കമിങ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ക്രേവൻ ദ ഹണ്ടർ.
ആൻഡ് ഈ ക്രേവൻ ദ ഹണ്ടറിനകത്തുള്ള ക്രേവൻ്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ള ആരൺ ടൈലർ ജോൺസൺ തന്നെയാണ്. പുള്ളിക്കാരൻ റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പന്ന സൂപ്പർ ഹീറോ മൂവീസ്, ഈ പറയുന്ന ക്രിഞ്ച് ആയിട്ടുള്ള സൂപ്പർ മൂവീസ്, വേസ്റ്റ് ഗാർബേജ് സൂപ്പർ മൂവീസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്നെ മടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്രേവൻ ദ ഹണ്ടറിന് സോണിക്ക് ഡേറ്റ് കൊടുത്തത്. സോണി നേരത്തെ ഓസ്കറിന് ഈ പടം വിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചില്ല. കാരണം ആരോൺ ടൈലർ ജോൺസൺ എന്താ പുള്ളിക്കാരൻ വല്ല MDMA ഒക്കെ അടിച്ച് ഹൈ ആയിട്ട് ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്താണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളെല്ലാം ശോകം. ഈ സിനിമയായിരിക്കും വൺ ഓഫ് ഒരു കിഡിലൻ ആയിട്ടുള്ള സോണി വേഴ്സിനെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്നൊരു സിനിമ എന്നാണ് ആരോൺ ടൈലർ ജോൺസൺ പറയുന്നത്. നമുക്ക് കണ്ടറിയാം, ഞാൻ വിമർശിക്കുന്നില്ല കൂടുതൽ, പക്ഷേ വിമർശിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇതുവരെ നമ്മൾ സോണി വേഴ്സിൽ കണ്ടിട്ടുള്ള സിനിമകളെല്ലാം അതുപോലെ തന്നെയാണ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ആരോൺ ടൈലർ ജോൺസൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും പുള്ളിക്കാരൻ്റെ പഴയ സിനിമയായിട്ടുള്ള കിക്കാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു 3ാമത്തെ പാർട്ടിലെങ്കിലും പുള്ളിക്കാരൻ അഭിനയിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഹൈപ്പ് ഉണ്ടെന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രേവൺ, നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻഡ് ക്രേവൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വെനം 3. യെസ്, വെനം 3യുടെ വില്ലനെ അവർ ഫൈനലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില്ലനല്ല. ടോക്സിഡ് ആണോ? ടോക്സിഡ് അല്ല. ബ്ലാക്ക് സ്പൈഡർമാൻ ആണോ? ഇതൊന്നുമല്ല. ഇനി കാർണേജ് തിരിച്ചു വരുമോ? ഇതുമല്ല. ഇനി വെനം തന്നെയാണോ വില്ലൻ? ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാ വരുന്നത്. കാരണം തന്നെ വെനം 3യുടെ വില്ലൻ നൾ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് നൾ ഈസ് ദ ഗോഡ് ഓഫ് ഓൾ ദ സിംബിയോട്സ്. നള്ളിൻ്റെ കാര്യത്തിനും തീരുമാനമായി. അവർ എന്താണ് ഉദ്ദേശിക്കണത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോഴത്തെ ആ ഒരു ട്രെയിലർ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വെനം 3 പോയിക്കൊണ്ടിരിക്കണേന്ന്. ആൻഡ് സോണി, ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ കേട്ടത് സത്യമാകരുതെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. കാരണം ആ ഒരു ക്യാരക്ടറിനെ കൂടി നശിപ്പിക്കുന്നത് കാണാൻ എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല, അത്ര തന്നെ. സോ ഇനി നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഡ്യൂണിൻ്റെ 3ാം ഭാഗത്തിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമ അവർ നെയിം ചെയ്തിട്ടേക്കുന്നത് ഡ്യൂൺ മിസ്സായ എന്നാണ്. ആൻഡ് ഇതിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡെനിസ് തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ നമുക്ക് 2026ഓടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഒരു ബ്രേക്ക് എടുക്കാൻ പോകാന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഹീസ് ബാക്ക് ഓൺ ട്രാക്ക് ടു ഡയറക്ട് ഡ്യൂൺ എന്നൊന്ന് കാര്യം തന്നെ. സോ നമുക്ക് എന്താണെങ്കിലും ഡ്യൂണിൻ്റെ 3ാം ഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കാം. കാരണം 1 and 2 നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ഇനി അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ജെൻകാർലോ എസ്പെറ്റീസോടെ ആ ഒരു റൂമേർഡ് ആയിട്ടുള്ളൊരു റോള് തന്നെയാണ് മാർവലിനകത്ത്. പുള്ളിക്കാരൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ അമേരിക്കകത്ത് ഞാൻ ഉണ്ടാവും ആൻഡ് എൻ്റെ റോളാണ് ഏറ്റവും വലിയ ബാഡ് ആസ് ആയിട്ടുള്ള റോൾ എന്നാണ് ജെൻകാർലോ എസ്പെറ്റീസോ പറയുന്നത്. വീണ്ടും ഗസ്റ്റ് ഫ്രിങ്ങിനെ തന്നെയാണോ പുള്ളിക്കാരൻ ചെയ്യാൻ പോണേ? പുതിയ എന്താ പറയുക, കോഴിക്കച്ചവടം വല്ലതും ആയിരിക്കുമോ? നമുക്ക് നോക്കാം. സോ അതാണ് നമുക്ക് എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക സിനിമയെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ്. ആൻഡ് ഇനി എല്ലാ ബാറ്റ്മാൻ ഫാൻസിനും വേണ്ടിയിട്ട് ആൻറ്റി സർക്കസിൻ്റെ ഭാഗത്ത് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാറ്റ്മാൻ 2ൻ്റെ ഷൂട്ടിങ് അടുത്ത വർഷം 2025യുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു സ്പിൻ ഓഫ് സീരീസ് വരുന്നുണ്ട്, പെൻഗ്വിൻ്റെ സ്പിൻ ഓഫ് സീരീസ് തന്നെ. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം റോബർട്ട് പാറ്റിസൺ ആദ്യത്തെ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ നന്നായിട്ട് അവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കണ്ടറിയാം. പിന്നെ മാറ്റ് റീവ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയാകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ പല സിനിമകളുടെയും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് പറയേണ്ട സിനിമ തന്നെയാണ് മാർവലിൻ്റെ ബ്ലേഡ്. സോ വെൽക്കം ടു ദ ബ്ലേഡ് സെഗ്മെന്റ്. കാരണം ഇനി മിക്കവാറും ഇനിയിപ്പോൾ അടുത്ത് തന്നെ ബ്ലേഡ് സിനിമ മാർവൽ ക്യാൻസൽ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമുക്ക് എന്താണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അതിൻ്റെ പോക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഡിഫറൻസ് ആണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഭാഗത്ത് മാർഷൽ അലി പറയുന്നു പുള്ളിക്കാരന് ഓസ്കർ വേണം ഈ സിനിമ കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് ഇത്രയും നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുന്ന നല്ല വലിയ കിഡിലനായിട്ടുള്ള ഡയറക്ടേഴ്സിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ പുഷ് ചെയ്യുന്നത് എന്നൊക്കെ കാര്യം. പക്ഷെ മാർവലിലേക്ക് നോക്കിയാൽ മാർവലിന് ഈ പറഞ്ഞ MCU സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഈ ഒരു സിനിമ കണക്ട് ചെയ്യിക്കാൻ സാധിക്കണം. ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുടെ കമിയോസ് കൊണ്ടുവരണം. ഇതൊക്കെയാണ് മാർവലിന് ഇഷ്ടം. സോ രണ്ടുപേരും കൂടി വന്ന് ക്ലാഷ് ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു പല ആൾക്കാരെ അവർ റൈറ്റ് ചെയ്യാൻ കൊണ്ടുവന്നു, പല ആൾക്കാരെ ഡയറക്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നു. ഈ പറയുന്ന ക്രിയേറ്റീവ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം പകുതി വഴിക്ക് വെച്ച് നിന്ന് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർവൽ സോംബീസി അറ്റ്ലീസ്റ്റ് നമുക്ക് ബ്ലേഡിനെ നമുക്ക് ലഭിക്കും. മിക്കവാറും അലി അണ്ണൻ അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം അതുകൊണ്ട് അവിടെ വെച്ച് അവർ നിർത്താമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർവൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലേഡിൻ്റെ ആ ഒരു പ്രൊജക്റ്റിലേക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇത്രയധികം ഡിലേ വന്നിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമുക്ക് മാർവലിൻ്റെ ഹിസ്റ്ററി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല.
സോ മാർവൽ കുറച്ചും കൂടി കൂടുതൽ അവർ ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഗോസ്റ്റ് റൈഡർ തന്നെയാണ്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് മിഡ് നൈറ്റ് സൺഡേ ആ ഒരു ഇത് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മിഡ് നൈറ്റ് സൺഡേ അവർക്ക് സത്യം പറഞ്ഞാൽ ബ്ലേഡിനെ വെച്ചും ചെയ്യാം, പക്ഷെ അവർ കുറച്ചും കൂടി കൂടുതൽ ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ ഞാൻ നേരത്തെ പറഞ്ഞു മിക്കവാറും റയൻ ഗോസ്ലിംഗ് ആകും ഗോസ്റ്റ് റൈഡറിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു റൂമേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ മാർവൽ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഗോസ്റ്റ് റൈഡറിൻ്റെ സിനിമ അല്ലെങ്കിൽ സീരീസിലേക്ക് വേണ്ടി തന്നെ സീരീസ് കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ബ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അടുത്തിടെ തന്നെ മാർവൽ സാന്റിയാഗോ കോമിക്കോണിനകത്ത് മാർവൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വച്ച് മിക്കവാറും അവരൊരു അനൗൺസ്മെന്റ് നടത്തും, ബ്ലേഡ് സിനിമ ടാറ്റ ബൈ ബൈ ഈ മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ നമുക്ക് മിക്കവാറും ഇങ്ങനെ പോയ ബ്ലേഡിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പഴയ വിസ്ലി സ്നൈപ്സിന്റെ ആ ഒരു ബ്ലേഡ് സിനിമ തന്നെ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരനെ എവിടെയെങ്കിലും വെച്ച് കമ്മ്യൂണിറ്റി കൊണ്ടുപോകുക, സോ MCUനകത്ത് കണക്റ്റഡ് ആക്കാൻ പറ്റും. നേരത്തെ എക്സ്മാൻ സിനിമ, സ്പൈഡർമാൻ സിനിമയൊക്കെ മാർവൽ ചെയ്തതുപോലെ തന്നെ. സോ ഇതാണ് നമുക്ക് ബ്ലേഡിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ്. സോ പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഡെഡ്പൂൾ 3 സെഗ്മെന്റിലേക്കാണ് നമുക്ക് കിടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട ന്യൂസ് തന്നെയാണ്. ഷോൺ ലെവി റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ കാര്യങ്ങളൊക്കെ ശരി, ഡെഡ്പൂൾ 3 സിനിമയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്, സോ ഇപ്പം ഇനി എപ്പോഴായിരിക്കും നമുക്ക് ഡെഡ്പൂളിൻ്റെ ഒരു 4ാം ഭാഗം ലഭിക്കാൻ പോകുന്നതെന്നാണ് ഡയറക്ടറിനോട് ഇന്റർവ്യൂവർ ചോദിച്ചത് തന്നെ. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ല, എന്താണെങ്കിലും സീക്രട്ട് വാർസിന് ശേഷം ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവരിപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. കാരണം റയാൻ റൊണോൾഡ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാർവലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സോ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവരെന്താണെങ്കിലും ഒരു സീക്വൽ ബേറ്റ് ഒന്നും അവർ ഇടാൻ പോകുന്നില്ല. ഡെഡ്പൂൾ 3 ലാസ്റ്റത്തെ ഒരു സിനിമ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് വിചാരിക്കാമെന്ന് മാത്രമാണ് ഷോൺ ലെവിയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഡെഡ്പൂൾ 4 വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ആദ്യം ഡെഡ്പൂൾ 3 കാണട്ടെ എന്നിട്ട് പറയാമെന്നാണ് ഞാൻ പറയുള്ളൂ. സോ അതാണ് കാര്യം. പിന്നെ റീസെന്റ് നമുക്കിപ്പോൾ മാർവലിന്റെ ഭാഗത്തു നിന്ന് ഡെഡ്പൂൾ 3 മറ്റൊരു ക്ലിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ക്ലിപ്പിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സേബർ ടൂത്ത്, അതായത് ഒറിജിനൽ സേബർ എന്താണ് അവന്റെ പേര്, ഒറിജിനലി എക്സ്മാൻ സീരീസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സേബർ ടൂത്ത് തിരിച്ചു വരും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സേബർ ടൂത്ത് VS വൂൾവറിന്റെ ആ ഒരു ഫൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ ഫൈറ്റിനകത്ത് ആര് ജയിക്കും? എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റ് മിക്കവാറും ഒരു 5 സെക്കൻഡ് തീരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് വൂൾവറിൻ്റെ അടുത്ത് അലക്കുന്നത് സേബർ ടൂത്തിനെ തന്നെ. പക്ഷെ എന്നാലും ആ ഒരു സെയിം ആക്ടറിനെ അവർ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു കാര്യം കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. സോ അത് തന്നെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് നമുക്ക് റീസെന്റ് റയാൻ റൊണോൾഡ്സിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവഞ്ചേഴ്സ് ഫ്ലാഗിന്റെ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കിട്ട് പുള്ളിക്കാരും റീമാർക്ക് ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഡെഡ്പൂള് പുതിയൊരു എന്താ പറയുക ഒരു അവഞ്ചേഴ്സിന്റെ ഒരു ഇത് തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും എക്സ്മാനെയും അതുകൂടാതെ തന്നെ ഡെഡ്പൂളിന്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം വെച്ചിട്ട് തന്നെ അവർ സെപ്പറേറ്റ് ഒരു അവഞ്ചേഴ്സ് തുടങ്ങും. എന്നിട്ട് ഡെഡ്പൂൾ വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ മറ്റേ ഇതൊക്കെ പിടിച്ചിട്ട് അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറയുന്നത് മിക്കവാറും നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൾട്ടിവേഴ്സ് ആണല്ലോ, എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ചിലപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മറ്റൊരു മൾട്ടിവേഴ്സിനകത്ത് ഡെഡ്പൂൾ പാർട്ട് ഓഫ് അവഞ്ചേഴ്സിലും ആയിരിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ഏകദേശം ഈ ആഴ്ചയിലെ ന്യൂസിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിനകത്ത് ഏത് ന്യൂസാണ് നിങ്ങളെ എക്സൈറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. എൻ്റെ പൊന്നു ഇനി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ഫൈനലി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ തിയേറ്ററിൽ പോയി കാണാവുന്ന തന്നെയാണ്. ഓ മൈ ഗോഡ്, ഞാൻ ഭയങ്കര തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇന്ന് എല്ലാം വെള്ളിയാണല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.